ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായിൽ സ്നേഹിക്കപ്പെടുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ, പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹവും കൃപയും സൗഖ്യവും നമ്മുടെ ജീവിതത്തിൽ വന്ന് നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ പൗലോസ് ശ്ലീഹ ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 1-2 തിരുവചനങ്ങൾ വളരെ ശ്രദ്ധേയമാണ്. അവിടെ ഇങ്ങനെയാണ് പറയുക: നിങ്ങളിൽ ഒരാൾ വീണുപോവുകയാണെങ്കിൽ ആത്മീയരായ നിങ്ങൾ അവനെ വീണ്ടെടുക്കണം. പ്രൈസ് ലോർഡ്. ഒരുവൻ വീണുപോവുകയാണെങ്കിൽ ആത്മീയരായ നിങ്ങൾ സൗമ്യതയോടുകൂടെ അവനെ വീണ്ടെടുക്കണം. നിങ്ങളും പ്രലോഭിതരാകാതിരിക്കുവാൻ ശ്രദ്ധിക്കുവിൻ. പരസ്പരം ഭാരം വഹിച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ നിയമം പൂർത്തിയാക്കുവിൻ. ഹല്ലേലൂയ. ഒരാൾ വീണുപോയാൽ വളരെ സൗമ്യതയോടുകൂടി അവനെ വീണ്ടെടുക്കുക. നിങ്ങളും പ്രലോഭനത്തിൽ വീഴാതിരിക്കുവാൻ ശ്രദ്ധിക്കണം. കാരണം ഇതാരിലേക്കും ഈ പ്രലോഭനം കടന്നു വരാം. വീണുപോയാലെ സൗമ്യതയോടുകൂടി അവനെ നേടിയെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. അവരിന് വേണ്ടി നമ്മൾ ഭാരം വഹിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ടാണ് പരസ്പരം ഭാരം വഹിക്കുക എന്ന് പറഞ്ഞത്. അപ്പോസ്തലന്മാർ ചെയ്തിരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു പരസ്പരം ഭാരം വഹിക്കുക. അവരുടെ കുറവുകൾ നികത്താൻ വേണ്ടി ഞാൻ ആ ഭാരം ഏറ്റെടുക്കുകയും ക്രിസ്തുവിൻ്റെ നിയമം പൂർത്തിയാക്കുകയും ചെയ്യണം. ഹല്ലേലൂയ. ഈ പ്രഭാതത്തിൽ പരസ്പരം ഭാരം വഹിച്ചുകൊണ്ട് വീണവരെ സൗമ്യതയോടുകൂടെ തിരുത്തി ഉയർത്തുവാൻ, ക്രിസ്തുവിൻ്റെ നിയമം പൂർത്തിയാക്കുവാൻ ദൈവമേ എന്നെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധമേ, ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കും.